ഈ വീട്ടിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഒടുവിൽ അവൻ കാരണം നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് DKയോട് നേരിട്ട് പറയണം. അങ്ങനെ വരുമ്പോ DK തന്നെ അവനെ പുറത്താക്കും. പഴയതുപോലെ ഹോസ്പിറ്റലിൽ, ഭ്രാന്താശുപത്രിയിൽ തന്നെ തീരട്ടെ അവന്റെ ജന്മം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുമോ മായച്ചി? ഇനി SK അവരിവിടുന്ന് പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പൂജ കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ജ്യോതി, ഞാനിപ്പോ വരാം. മോളെ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ മോനോട് ഞാൻ കാണിച്ച നീതികേട് നീ തിരുത്തി. താങ്ക്സ് ബേട്ടി. സ്വാമിജി പറഞ്ഞു ശരിയാ, നീ ഈ വീടിന്റെ വിളക്ക് തന്നെയാ. വിളക്ക് പിടിക്കുന്നതൊക്കെ കൊള്ളാം. ഒടുവിൽ ആ തീയിൽ നീ വെന്ത് മരിക്കാതിരുന്നാ മതി. നോ മൈസൺ, ഇവള് നീ ഇങ്ങനെ വഴക്ക് പറയരുത്. ഇന്നും മുടങ്ങിപ്പോവാനിരുന്ന പൂജ നടക്കാൻ പോകുന്നതേ ഇവള് കാരണമാ. അത് നീ മറക്കരുത്. ഞാനൊന്നും മറക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്റെ അനിയനെ നീ പോയി സമയത്ത് കൊണ്ടുവന്നു. കാര്യമൊക്കെ ശരിയെന്നെ. അത് നീ എന്നെ വെല്ലുവിളിച്ച് ജയിക്കാൻ വേണ്ടിയാണെന്നും അറിയാം. എന്തായാലും ഇത്രയും ചെയ്താലേ നിനക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. മേലിൽ ശിവയുടെ മുറിയുടെ 7 അയലത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. മനസ്സിലായോ? ഹലോ, നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ഹിറ്റ്ലർ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഇരട്ട പേരും പിരിച്ചു വെച്ച ഈ മീശയും പിന്നെ മസിൽ പെരുപ്പിച്ചുള്ള സംസാരമൊക്കെ ആരെ പേടിപ്പിക്കാന്? എന്നെയോ? എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഹിറ്റ്ലറെ. അനിയനെ കൊണ്ടുവന്നതിന് ഉള്ളില് നിങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്നോടത് പ്രകടിപ്പിച്ച, ഒരു നല്ല വാക്ക് പറഞ്ഞ, ബലൂന് പോലെ ഊതി വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ഹിറ്റ്ലറിന്റെ ഈ ഗൗരവം ആവിയായി പോവും. അല്ലേ ഹിറ്റ്ലറെ? നിങ്ങളൊരു പാവ ചേട്ടാ. പൊയ്ക്കോ പൊയ്ക്കോ. പക്ഷെ അതിനു മുമ്പ് എന്നോട് ഒരു താങ്ക്സ് പറയണം. നിന്നോട് താങ്ക്സ് പറയണോ അതോ ഇവിടെ നിന്ന് ഇറക്കി വിടണോന്ന് പൂജ കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും. കലക്കും ബേട്ടി, നീ അവനെ ജ്യൂസ് അടിച്ചു കളഞ്ഞു. ആ പോയ പോക്ക് കണ്ടില്ലേ? നീ പറഞ്ഞ ശരിയാ മോളെ, അവനൊരു പാവ. വെരി വെരി പൂവർ മാൻ. വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ.
ശിവ, കൊള്ളാം, ഇപ്പൊ നല്ല സുന്ദരനായിട്ടുണ്ട്. ദാ പിടിക്ക. വാങ്ങിച്ചോ? പൂജയ്ക്ക് ധരിക്കാനുള്ള മുണ്ടി ഷർട്ടുവാ. നിന്റെ ഏട്ടത്തി നിനക്ക് ആദ്യമായിട്ട് തരുന്ന സമ്മാനമല്ലേ, നിഷേധിക്കരുത്. നിങ്ങൾ ചേട്ടനും അനിയനും ഒരുപോലുള്ള ഡ്രസ്സാ വാങ്ങിയത്. എന്നോട് ദേഷ്യമൊന്നും വേണ്ട. വാങ്ങി ശിവ. ഈ ഡ്രസ്സ് വാങ്ങിച്ചോളൂ. വേഗം ഇതൊക്കെ ധരിച്ച് റെഡിയായിട്ട് വാ, പൂജയ്ക്ക് സമയമായി. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അസുഖം ശരിക്കും മാറിയിട്ട് തന്നെയാണോ വന്നത്, അതോ ഇനിയും വല്ല കുഴപ്പമാവോ? ചിത്രേ, നിങ്ങൾ എന്തിനാ എസ്കെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ഡിസ്റ്റർബ് ചെയ്യാനല്ലോ, സുഖവിവരം അന്വേഷിക്കാനല്ലേ വന്നത്. മൈജി, ഞങ്ങള് എസ്കേടെ അസുഖം മാറിയെന്നൊക്കെ ചോദിക്കായിരുന്നു. മാറിയ ലക്ഷണമൊന്നും കാണുന്നില്ല. താരേ, വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും സൂക്ഷിക്കണം. ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം, മനസ്സിലായോ? പോട്ടെ എസ്കെ, വിവരമില്ലാത്ത ജന്തുക്കളാ രണ്ടും. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. എസ്കെ അത് കാര്യമാക്കണ്ട. ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. ആരാ ഇത് തന്നത്? ജ്യോതിയായിരിക്കും. അവളും ആ ഡോക്ടറും കൂടെ ഒരു പാക്കറ്റും കൊണ്ട് മുകളിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ടെന്താ, പുതിയ മുണ്ടും ഷർട്ടും കിട്ടിയില്ലേ? അതിരിക്കട്ടെ, എപ്പോഴാ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ? നാളെയോ മറ്റന്നാളോ? അല്ല, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ബാക്കിയുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. മൂന്നു പേർക്കും നല്ല പേടിയുണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഞാൻ അവിടെ കിടക്കേണ്ടി വന്നത്. പേടിക്കണ്ട, ബോധത്തോടെ ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. എന്നിട്ടാണോ സുപ്രിയാന്റിയെ? Get out! മായച്ചി, വാ പോവോ. ഓടി നടക്കും.
ആരാണ് കാപ്പും കന്യാവും? ഇവരാണ് സ്വാമിജി. പത്മാവതി അമ്മേ, ഇവരാണ് കാപ്പും കന്യാവും എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ കർമ്മികൾ തന്നെ. കുടുംബത്തിലെ മുതിർന്ന ആളാണ് സർപ്പപ്പാട്ടിന് നേതൃത്വം നൽകുന്നത്. മഞ്ഞൾ കെട്ടിയ ഈ ചരട് ഇവരുടെ കയ്യിൽ കെട്ടുന്നതോടുകൂടി ഇവർ ഇതിന്റെ കർമ്മികളാകും. 12 വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇതിന് വേണമെന്നാണ് പഴമക്കാർ പറയുന്നത്. ആചാരങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ ആവാം. ഇവരാണ് പത്മാവതി അമ്മയുടെ ഇന്നത്തെ സഹായികൾ. ഈ ചരട് അവരുടെ കയ്യിൽ കെട്ടിക്കോളൂ. ഇനി ഈ മഞ്ഞൾ പ്രസാദം ചാർത്തി കൊടുക്കൂ. ഇനി ആ കമ്മും പൂക്കല കൊണ്ടുവരൂ. ഇനി അവരുടെ കയ്യിലേക്ക് കൊടുത്തോളൂ. ഇപ്പോൾ ഇവർ കർമ്മികളായ നാഗകന്യമാരായി കഴിഞ്ഞുവെന്നാണ് സങ്കല്പം. ഇനി കന്യകമാരിരുന്നോളൂ. പൂജ തുടങ്ങാം. വിളിച്ചോളൂ. ശിവ, നിനക്ക് എന്നോട് പിണക്കമാണോ? നിന്നോട് ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റു വഴിയില്ലാതായിപ്പോയി. കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്തത്. പെൺകുട്ടികൾക്കൊക്കെ നിന്നെ പേടിയാ. ഇത്രയും നാൾ നിന്നെ ആശുപത്രി നിർത്തിയതിന് ഏട്ടൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ. എനിക്ക് ഭ്രാന്തില്ല ചേട്ടാ. അവരെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് പേടി കാണും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് എന്റേതല്ലേ. സുപ്രിയേട്ടത്തി. ശിവ, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി നിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞാൻ വിടില്ല. ഇനി നീ ഏട്ടന്റെ ഒപ്പം ഇവിടെ തന്നെ കാണണം. ഏട്ടാ, എനിക്കിനി പോവണ്ട ഏട്ടാ. ഞാനിവിടെ നിന്നോളാം. ചേട്ടാ. ഒരു കുഴപ്പമുണ്ടാക്കില്ല. നിന്നെ പൂജയ്ക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഞാനാ. പേടികൊണ്ടാ. ഈ കുടുംബം ഇപ്പൊ ഇതുപോലെ ഒറ്റക്കെട്ടായി തകരാതെ നിൽക്കുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. നിന്റെ കയ്യിൽ നിന്ന് അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഭയന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്നും സംഭവിക്കില്ല.
പൂജ തുടങ്ങാൻ സമയമായി. വാ, നമുക്ക് താഴേക്ക് പോവാം. ശിവ 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 വേണ്ട ശിവ 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 ഡോക്ടർ
മോനെ വരുന്നുണ്ട് മായച്ച്, കാര്യം പറഞ്ഞു. ഡി കെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ശിവനെ ഇന്ന് തന്നെ ഹോസ്പിറ്റലിലാക്കണം. ഡി കെ, ഞങ്ങൾക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പേടിയാവുന്നു. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളുള്ള വീട്ടില് എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും? ഡി കെ പ്ലീസ്, ഞങ്ങളുടെ സ്വസ്ഥത കളയരുത്. ഡി കെക്ക് അവൻ അനിയനാ, അമ്മയ്ക്ക് മകനാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ എസ് കെ ഒരു മാനസിക രോഗിയാണ്. ഇപ്പൊ പുറത്തു കണ്ട രംഗങ്ങള് ഇനി ഈ വീട്ടിൽ ആവർത്തിക്കണോ? ഒരുപാട് നാള് കൂടിയാ എസ് കെ ഈ വീട്ടിലേക്ക് വന്നത്. അത് ഡി കെയോ ഞങ്ങളോ ആരും ആഗ്രഹിച്ചിട്ടല്ല. ജ്യോതിയുടെ അഹങ്കാരം. അവൾക്ക് ജയിക്കാൻ അവൾ എസ് കെ ആയുധമാക്കി. ഒരിക്കലും ഇതുപോലൊരു പരീക്ഷണം നടത്തിയത് സുപ്രിയന്റി. അതിന് പകരമായി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ?